ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് ബേക്കറി സ്റ്റൈല് ദിൽഖുഷ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. കോക്കനട്ട് ബൺ എന്നും പറയാറുണ്ട്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് എങ്ങനെയാണ് ബേക്കറി സ്റ്റൈലിൽ ദിൽഖുഷ് അഥവാ കോക്കനട്ട് ബൺ തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ ദിൽഖുഷ് തയ്യാറാക്കാൻ ആദ്യം അതിൻ്റെ ഡോ തയ്യാറാക്കിയെടുക്കാം. ഡോയിന് വേണ്ടിയിട്ടുള്ള ഈസ്റ്റ് ആദ്യം ഒന്ന് ആക്ടിവേറ്റ് ചെയ്തെടുക്കണം. അതിനായി ഇളം ചൂട് പാലിൽ 2 ടീസ്പൂൺ ഈസ്റ്റ് ചേർത്ത് പഞ്ചസാരയും ചേർത്ത് ഒന്ന് ആക്ടിവേറ്റ് ചെയ്തെടുക്കാം. ഈസ്റ്റ് പ്രൂവായി വരുന്ന സമയം കൊണ്ട് ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം എടുത്തു വെക്കാം. അതിനായി ഒരു ഡ്രൈ ആയ ബൗളിലേക്ക് മൈദ, വാനില പൗഡർ, ഉപ്പ്, മിൽക്ക് പൗഡർ എന്നിവ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. നന്നായി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ഓയിൽ ചേർത്ത് കൊടുക്കണം. ഫ്ലേവർ ഇല്ലാത്ത ഏത് ഓയിൽ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ റിഫൈൻഡ് ഓയിലാണ്. ഓയിൽ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് ഇതിലേക്ക് പ്രൂവായി വന്ന ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി ഒന്ന് കുഴച്ചെടുക്കണം. ആവശ്യാനുസരണം പാലോ വെള്ളമോ ചേർത്ത് കുഴച്ചെടുക്കാവുന്നതാണ്. ഒത്തിരി ലൂസായി പോകരുത്. ഇങ്ങനെ കുഴച്ചെടുത്ത മാവിനി റെസ്റ്റ് ചെയ്യാൻ മാറ്റി വെക്കാം. 1-2 മണിക്കൂർ കഴിയുമ്പോൾ ഇത് ഡബിൾ സൈസായി വരും. ശേഷം ഈ മാവിനെ ഇതുപോലെ വീണ്ടും നന്നായി നീഡ് ചെയ്തെടുക്കുക. നമ്മൾ എത്രത്തോളം നീഡ് ചെയ്യുന്നോ അത്രത്തോളം സോഫ്റ്റ് ബണ്ണ് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ സാധിക്കും. ഇങ്ങനെ 2-3 പ്രാവശ്യം നീഡ് ചെയ്യുകയും റെസ്റ്റ് ചെയ്യാനും വെച്ചതിന് ശേഷം ഈ മാവിനെ ഇനി 2 പോർഷനായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്തെടുക്കാം. ഒരു ഭാഗം ചെറിയ സൈസ് ആയിരിക്കണം. ഇനി ഈ മാവ് പരത്തുന്നതിന് മുമ്പായിട്ട് നമുക്ക് അകത്ത് വെച്ച് കൊടുക്കാനുള്ള ഫില്ലിങ്സ് തയ്യാറാക്കിയെടുക്കാം. അതിനായി ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ് എടുത്തിരിക്കുന്നത്. ഡെസിക്കേറ്റഡ് കോക്കനട്ടിലേക്ക് ആ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർക്കാം. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്തിരിക്കുന്നത്. ഇതിലേക്ക് ഏലക്കാപ്പൊടി, കാഷ്നട്ട്, ട്രൂട്ടി ഫ്രൂട്ടി, വെളുത്ത എള്ള്, ബ്രെഡ് ക്രംസ് ഉണ്ടെങ്കിൽ ബ്രെഡ് ക്രംസും ചേർക്കാവുന്നതാണ്. എല്ലാം കൂടി ഒന്ന് കമ്പൈൻ ചെയ്തെടുക്കണം. നന്നായി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ചും കൂടി നമുക്ക് ടേസ്റ്റ് വരുത്താൻ വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇത് തീർത്തും ഓപ്ഷണലാണ്. ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇതിലേക്ക് ഞാനിവിടെ കാഷ്നട്ട്സ് ആണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മറ്റ് ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ചേർക്കാവുന്നതാണ്. ലാസ്റ്റ് ഇതിലേക്ക് ഉരുക്കിയ നെയ്യ് ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുക. നല്ല ഒരു ടേസ്റ്റുള്ളൊരു ഫില്ലിംഗ് ആണ് ഇപ്പോൾ നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത്. ഇനി നമുക്ക് മാറ്റിവെച്ച ഡോ ഒന്ന് പരത്തിയെടുക്കാം. പരത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ വലിയ സൈസ് വേണം ആദ്യം പരത്തിയെടുക്കാനായിട്ട്. അതിൻ്റെ അകത്താണ് നമ്മൾ ഫില്ലിങ് വെച്ച് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഫില്ലിങ് വെച്ച് കൊടുക്കണം. നന്നായി ഫില്ലിങ് കൊടുക്കണം, എന്നാലേ ഈ ബണ്ണിന് ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ. അതുപോലെ ബണ്ണ് പരത്തുമ്പോൾ തീരെ നൈസായിട്ട് പരത്തിയെടുക്കല്ലേ, ശകലം തിക്നെസ്സിൽ വേണം ഇത് പരത്തിയെടുക്കാൻ. ഫില്ലിങ് കൊടുത്തതിന് ശേഷം ഇനി ചെറിയ സൈസിലുള്ള മാവ് ഇനി നമുക്ക് പരത്തിയെടുക്കാം. ഇങ്ങനെ പരത്തിയെടുത്തതിന് ശേഷം ഇനി ഇതിൻ്റെ മുകളിലായിട്ട് വെച്ച് നമുക്കിത് രണ്ടും കൂടി ഒന്ന് നന്നായി ടക്ക് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഇതിനെ തിരിച്ചിടണം. നന്നായി ഒന്ന് ഒട്ടിക്കിട്ടാനായിട്ട് അല്പം വെള്ളം ഒന്ന് സൈഡിലൊന്ന് തേച്ച് കൊടുത്താൽ വേഗം ഒട്ടിക്കിട്ടും. ടക്ക് ചെയ്തെടുത്ത മാവിനെ ഇനി നമുക്ക് തിരിച്ചിട്ട് വീണ്ടും റെസ്റ്റ് ചെയ്യാൻ മാറ്റി വെക്കാം. ഇങ്ങനെ റെസ്റ്റ് ചെയ്യാൻ മാറ്റി വെച്ചതിന് ശേഷം ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് മിൽക്ക് വാഷ് അപ്ലൈ ചെയ്യണം. മിൽക്ക് വാഷ് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് വെളുത്ത എള്ള് ചേർത്ത് കൊടുക്കാം. ട്രൂട്ടി ഫ്രൂട്ടി ചേർക്കാം. അല്പം ഡെസിക്കേറ്റഡ് കോക്കനട്ടും കൂടി താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് വിതറി കൊടുക്കാം. ഇത് കോക്കനട്ട് ബണ്ണ് ആയതുകൊണ്ടാണ് ഇങ്ങനെ ചേർക്കുന്നത്. ശേഷം 180 ഡിഗ്രിയിൽ പ്രീഹീറ്റഡ് ആയിട്ടുള്ള അവനിൽ 180 ഡിഗ്രിയിൽ തന്നെ 35 to 40 മിനിറ്റ്സ് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. ഓരോരുത്തരുടെ ഓവൻ്റെ ടെമ്പറേച്ചർ അനുസരിച്ച് ബേക്കിംഗ് ടൈമിൽ വ്യത്യാസം വരും. അതുപോലെ വോൾട്ടേജിൻ്റെ അനുസരിച്ചും വ്യത്യാസപ്പെടാം. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമുക്കിത് അങ്ങനെ നമ്മുടെ ദിൽഖുഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ബണ്ണാണ് നമ്മൾ തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. ചൂടാറിയതിന് ശേഷം കട്ട് ചെയ്തെടുക്കാം. ഇതുപോലത്തെ ബേക്കറി ഐറ്റംസൊക്കെ നമുക്ക് സിമ്പിളായിട്ട് വീട്ടിൽ ചെയ്തെടുക്കാവുന്ന കാര്യമേ ഉള്ളൂ. ഇതുപോലത്തെ ബേക്കറി ബൺസൊക്കെ കഴിക്കാൻ താല്പര്യമുള്ളവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സിമ്പിൾ റെസിപ്പിയാണ്.
നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഫില്ലിങ്സ് ആണ് നമ്മൾ കൊടുത്തത്. അപ്പോൾ ഇന്ന് തയ്യാറാക്കിയ ദിൽകുഷിൻ്റെ റെസിപ്പി ഇവിടെ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.